ആരെയും ശ്രദ്ധിക്കാതെ അബിയുടെ ക്യാബിനിലേക്ക് പോയി ഡോറിൽ നോക്ക് ചെയ്യുമ്പോൾ അവനോട് പറയാനുള്ള കാര്യങ്ങൾ ഒന്നുകൂടെ മനസ്സിൽ പറഞ്ഞുറപ്പ് വരുത്തിയിരുന്നു ചന്ദ്രു. തൻ്റെ ക്യാബിൻ്റെ ഡോറിൽ ആരോ നോക്ക് ചെയ്യുന്നത് കേട്ടപ്പോൾ തന്നെ അത് ചന്ദ്രുവാണെന്ന് അബി ഉറപ്പിച്ചിരുന്നു. കാരണം അവൻ ഓഫീസിലെത്തിയ ഉടനെ ആ വിവരം അബിക്ക് ലഭിച്ചിരുന്നു. പക്ഷേ ഇങ്ങനെ ഒരു വരവ്, അതും ഇത്ര പെട്ടെന്ന്, ഇനി അവൻ സത്യങ്ങളെല്ലാം അറിഞ്ഞുള്ള വരവാണോ എന്ന് പോലും അബി സംശയിച്ചു പോയിരുന്നു. വീണ്ടും ഡോറിൽ നോക്ക് ചെയ്യുന്ന ശബ്ദം കേട്ടതും അബി അവനകത്തേക്ക് കയറാനുള്ള പെർമിഷൻ കൊടുത്തു. യെസ്, കമ്മിങ്. പെട്ടെന്ന് ഡോറ് തുറന്ന് അകത്തേക്ക് വന്ന് ചന്ദ്രുവിനെ കണ്ടപ്പോൾ അബി പോലും അറിയാതെ അവൻ്റെ കണ്ണുകളൊന്ന് തിളങ്ങി. പക്ഷേ പെട്ടെന്ന് തന്നെ ആ തിളക്കം നഷ്ടപ്പെട്ട് അവിടെ ഇരുട്ട് പടർന്നു. കണ്ണുകൾ ഇറുക്കി അടച്ചൊരു നിമിഷം ശ്വാസമെടുത്തവൻ ചന്ദ്രുവിനെ നോക്കി. അപ്പോഴേക്കും അബിയുടെ ചെയറിനടുത്തേക്ക് ചന്ദ്രു എത്തിയിരുന്നു. ഹലോ സർ, ഞാൻ ചന്ദ്രശേഖർ. ഒരു പുഞ്ചിരിയോടെ തനിക്ക് നേരെ കൈനീട്ടുന്ന ചന്ദ്രുവിനെ കാണി ആ 5 വയസ്സുകാരൻ പയ്യനെ അബിക്ക് ഓർമ്മ വന്നു. പക്ഷെ പെട്ടെന്ന് തലയൊന്ന് കുഴഞ്ഞ് ഒന്നും അറിയാത്തതുപോലെ അവൻ ചന്ദ്രുവിന് നേരെ കൈകൊടുത്തു. ഐ നോ, സിറ്റ്. പതിവ് ഗൗരവത്തിൽ പറയുന്നതിൻ്റെ കൂടെ തനിക്ക് നേരെ ഇട്ടിരിക്കുന്ന ചെയറിലേക്ക് കൈ കാണിച്ചു അബി. ഒരു ചിരിയോടെ ചന്ദ്രുവും അതിലേക്കിരുന്നു. സർ, ഞാൻ വന്നത് ഇന്ന് നൈറ്റ് ഈശ്വരമഠത്തിൽ വെച്ചൊരു സക്സസ് പാർട്ടി നടത്തുന്നുണ്ട്. അതിന് സാറിനെ ഇൻവൈറ്റ് ചെയ്യാൻ വേണ്ടിയാണ്. സാർ എന്തായാലും പാർട്ടി അറ്റൻഡ് ചെയ്യണം. പ്രതീക്ഷിക്കാതെയുള്ള ചന്ദ്രുവിൻ്റെ ക്ഷണം കേൾക്കെ അബിയുടെ മുഖമൊന്ന് ചുളിഞ്ഞു. പക്ഷെ അവൻ്റെ മുഖത്ത് നിറഞ്ഞു നിന്ന് സംശയമെല്ലാം അറിഞ്ഞിട്ടും ഈശ്വരി തന്നെ തറവാട്ടിലേക്ക് പാർട്ടിക്ക് ക്ഷണിച്ചു എന്നുള്ളത് കൊണ്ടാണ്. സോ അബി എന്തെങ്കിലും പറയുന്നതിന് മുൻപ് ചന്ദ്രു സംസാരിച്ചു തുടങ്ങി. സാർ പ്ലീസ്, കഴിഞ്ഞ 2 കോൺട്രാക്റ്റും ഞങ്ങൾക്ക് കിട്ടാൻ കാരണം സാറിൻ്റെ കമ്പനി അതിൽ പങ്കെടുക്കാത്തത് കൊണ്ടാണ്. സാറിൻ്റെ കമ്പനി അത് അറ്റൻഡ് ചെയ്തിരുന്നുവെങ്കിൽ ഒരിക്കലും ഇത്ര നല്ല ഒരു അവസരം ഞങ്ങൾക്ക് കിട്ടില്ല. അതിനൊരു താങ്ക്സ് കൂടെ പറയാനാണ് ഞാൻ നേരിട്ട് വന്നത്. താങ്ക്സ്. പിന്നെ പാർട്ടി അറ്റൻഡ് ചെയ്യണം. ഇറ്റ്സ് എ റിക്വസ്റ്റ്. തൻ്റെ മുഖത്ത് നോക്കി ഇത്രയും പറയുന്ന ചന്ദ്രുവിനെ തന്നെ നോക്കിയിരിക്കുകയാണ് അബി. അവൻ്റെ വാക്കുകളേക്കാൾ അവൻ ശ്രദ്ധ കൊടുത്തത് ചന്ദ്രുവിൻ്റെ കണ്ണുകളിലേക്കാണ്. എന്നാൽ അവൻ്റെ കണ്ണുകളിൽ തെളിഞ്ഞ ആത്മാർത്ഥത അബി തിരിച്ചറിഞ്ഞു. ഓക്കെ, ഐ വിൽ കം എന്ന് പറഞ്ഞുകൊണ്ട് അബി അവൻ്റെ മുഖത്തേക്ക് നോക്കി. അവൻ്റെ കണ്ണുകൾ തിളങ്ങുന്നതും ചുണ്ട് വിടരുന്നതും ഒരു നിമിഷം അബി നോക്കി നിന്നു. താങ്ക്സ് സാർ എന്ന് പറയുന്നതിനൊപ്പം ഇരിക്കുന്ന ചെയറിൽ നിന്ന് എഴുന്നേറ്റ് നിമിഷ നേരം കൊണ്ട് അവൻ അബിയെ പോയി കെട്ടിപ്പിടിച്ചു. ആ നിമിഷം ചന്ദ്രുവിൻ്റെ പ്രവൃത്തിയിൽ അത്ഭുതപ്പെട്ടു പോയി അബി. അവനെ ഒന്ന് നോക്കിയപ്പോഴാണ് സത്യത്തിൽ താനെന്താണ് ചെയ്തത് എന്ന് പോലും അവൻ ചിന്തിച്ചിരുന്നത്. ഒരു പിടച്ചിലോടെ അവനിൽ നിന്ന് അകന്നു മാറിയതിനു ശേഷം അവൻ പരിഭ്രമത്തോടെ അബിയുടെ മുഖത്തേക്ക് നോക്കി. അവൻ്റെ മുഖത്തെ ഗൗരവം കണ്ടപ്പോൾ എടുത്തു ചാടി അങ്ങനെ ചെയ്യേണ്ടിയിരുന്നില്ല എന്ന് തോന്നി അവന്. ഐ ആം സോറി സർ എന്ന് പറയുന്നതിനോടൊപ്പം ചന്ദ്രു 2 അടി പുറകിലേക്ക് വെച്ചു. ഓക്കെ സർ, ഈവനിങ് കാണാം എന്ന് പറഞ്ഞുകൊണ്ട് അവൻ ക്യാബിൻ ഡോറ് തുറന്ന് പുറത്തേക്ക് പോയിരുന്നു. ഒരു നിമിഷം അവൻ പോയ വഴിയിലേക്ക് നോക്കി അസ്വസ്ഥതയോടെ ഡോറിലേക്ക് ചാരിയിരുന്നു അവൻ, മനസ്സാകെ അസ്വസ്ഥമാകുന്നത് പോലെ. അബിയുടെ ക്യാബിനിൽ നിന്ന് സന്തോഷത്തോടെയാണ് ചന്ദ്രു പുറത്തേക്ക് ഇറങ്ങിയത്. ഡോറ് തുറന്ന് ഓഫീസിന് പുറത്തേക്ക് കടക്കാൻ തുടങ്ങുമ്പോഴാണ് തനിക്ക് പുറകെ വരുന്ന പോലെ അവന് തോന്നിയത്. ഉടനെ ചന്ദ്രു തിരിഞ്ഞു നോക്കിയതും അവനെ നോക്കി നിൽക്കുന്ന കൃഷ്ണയെ അവൻ്റെ കണ്ണുകൾ ഉടക്കി. അവൻ്റെ കണ്ണുകൾ വിടരുന്നതും അവിടെ പ്രണയം നിറയുന്നതും അവൾ അസ്വസ്ഥതയോടെ നോക്കി നിന്നു. കൃഷ്ണ, എന്താ, എന്നെ കാണാൻ വന്നതാണോ? അവൾക്കടുത്തേക്ക് പോയി ആവേശത്തോടെ അത് ചോദിക്കുമ്പോൾ അവൻ്റെ കണ്ണുകൾ തിളങ്ങി. അല്ല, ഞാൻ ഇതിലെ പോകുമായിരുന്നു. അപ്പോൾ എന്തൊക്കെയോ പറയാൻ ശ്രമിക്കുന്ന കൃഷ്ണയെ കണ്ടപ്പോൾ അവന് ചിരി വന്നു. എന്തായാലും കണ്ടതല്ലേ, ഞാനും കുറച്ച് ദിവസമായിരുന്നു തന്നെ കാണണമെന്ന് കരുതുന്നു. ഇപ്പം കണ്ട സ്ഥിതിക്ക് ഒന്നുകൂടെ ചോദിക്കുക, തൻ്റെ തീരുമാനത്തിൽ വല്ല മാറ്റവുമുണ്ടോ? അവളുടെ മുഖത്തേക്ക് നോക്കിക്കൊണ്ട് ചന്തു ചോദിക്കുമ്പോൾ ഇത്തവണയെങ്കിലും അവളുടെ തീരുമാനത്തിൽ എന്തെങ്കിലും മാറ്റം ഉണ്ടാകുമെന്ന് അവൻ ആത്മാർത്ഥമായി ആഗ്രഹിച്ചിരുന്നു. ഇല്ല, എൻ്റെ തീരുമാനത്തിൽ ഇപ്പോഴും ഒരു മാറ്റവുമില്ല. അവൻ്റെ മുഖത്തേക്ക് നോക്കി അത് പറയുമ്പോൾ മഹേശ്വരിയോടുള്ള അടങ്ങാത്ത ദേഷ്യവും വെറുപ്പും മാത്രമായിരുന്നു കൃഷ്ണയുടെ മനസ്സ് നിറയെ. അവളുടെ വാക്കുകൾ അവനെ വേദനിപ്പിച്ചെങ്കിലും അവളെ നോക്കിയൊന്ന് ചിരിച്ചു ചന്ദ്രു നോവുള്ളൊരു ചിരി. എത്ര വർഷം കടന്നു പോയാലും കൃഷ്ണയ്ക്ക് വേണ്ടി ഞാൻ കാത്തിരിക്കും പറയുന്നതിൻ്റെ കൂടെ കൃഷ്ണയുടെ മറുപടി പോലും കേൾക്കാൻ നിൽക്കാതെ മുന്നോട്ട് നടന്നു പോയിരുന്നു ചന്ദ്രു. എന്നാൽ അപ്പോഴും അവനെ തന്നെ നോക്കി നിൽക്കുന്ന കൃഷ്ണയ്ക്ക് അവനോടുള്ള ദേഷ്യം കൂടി. ചന്ദ്രു ഓഫീസിൽ നിന്ന് പുറത്തേക്ക് പോകുന്നതും അവൻ കൃഷ്ണയോട് സംസാരിക്കുന്നതുമെല്ലാം തൻ്റെ ലാപ്ടോപ്പിലൂടെ കാണുകയായിരുന്നു അബി.
അവൻ്റെ ഓരോ ചലനവും നിരീക്ഷിക്കുമ്പോൾ ചന്ദ്രശേഖർ എന്ന വ്യക്തിയുടെ വ്യക്തിത്വം അളക്കുകയായിരുന്നു അവൻ. പെട്ടെന്ന് ആരോ കതക് തുറന്ന് അകത്തേക്ക് വരുന്ന ശബ്ദം കേട്ടതും അതുവരെ ലാപ്പിൽ ശ്രദ്ധിച്ചിരുന്ന അബി അസ്വസ്ഥതയോടെ ഡോറിനടുത്തേക്ക് നോക്കി. എന്നാൽ ഡോറ് തുറന്ന് അകത്തേക്ക് വരുന്ന കിഷോറിനെ കണ്ടപ്പോൾ അവൻ്റെ നെറ്റിയൊന്ന് ചുളിഞ്ഞു. നിന്നോട് ഞാൻ പറഞ്ഞിട്ടില്ലേ നോക്ക് ചെയ്യാതെ അകത്തേക്ക് വരരുതെന്ന്. കിഷോറിനെ നോക്കി അത് ചോദിക്കുമ്പോൾ പതിവ് ഗൗരവം അവൻ്റെ ശബ്ദത്തിൽ നിറഞ്ഞു നിന്നിരുന്നു. അതിനെ ഇത് നിന്റെ ബെഡ്റൂം അല്ലല്ലോ. പിന്നെ അവൻ്റെ സംസാരം കേട്ടാ തോന്നും ഭാര്യയെ കെട്ടിപ്പിടിച്ചിരിക്കുകയാണെന്ന്. ആദ്യത്തെ വാക്ക് ശബ്ദത്തിൽ ചോദിച്ചുകൊണ്ട് അകത്തേക്ക് കയറുന്നതിനോടൊപ്പം അവസാനത്തെ വാക്ക് അവൻ കേൾക്കാതെയാണ് പറഞ്ഞത്. എന്നാൽ അത് കേട്ടിട്ടും അബി ഒന്നും പറഞ്ഞില്ല. കിഷോറിനെ ഒന്ന് കൂർപ്പിച്ച് നോക്കിയതിനു ശേഷം ലാപ്പിലേക്ക് നോക്കി. അല്ല, വന്നിട്ട് അനിയൻ എന്തു പറഞ്ഞു? ചേട്ടനെ തിരിച്ചറിഞ്ഞു? അത് ചോദിക്കുന്നതിൻ്റെ കൂടെ കിഷോർ ഇടം കണ്ണിട്ട് അബിയെ ഒന്ന് നോക്കി. എന്നാൽ അവൻ അതിന് മറുപടി പറയാതെ ലാപ്പിലേക്ക് നോക്കി. ഇന്ന് ഈവനിങ് ഒരു പാർട്ടിയുണ്ട്, അതിന് ഇൻവൈറ്റ് ചെയ്യാൻ വന്നതാ. നിസ്സാരമായി പറഞ്ഞുകൊണ്ട് അബി തൻ്റെ ജോലി തുടർന്നതും അവനെ തന്നെ മെഴിച്ചു നോക്കി കിഷോർ. അപ്പോൾ ഇന്ന് നൈറ്റ് നമ്മൾ പോകും, അത്ര തന്നെ. അത് പറഞ്ഞുകൊണ്ട് തൻ്റെ ലാപ്പ് ഓഫ് ചെയ്ത് ഫോണും എടുത്ത് അവൻ സീറ്റിൽ തന്നെ എണീറ്റു. ഞാൻ പോകുക, ബാക്കി നീ നോക്കിയാൽ മതി. പിന്നെ നൈറ്റ് നീയും ഉണ്ടാകണം. എടാ. കിഷോർ പുറകിൽ നിന്ന് വിളിക്കുന്നതിന് മുൻപ് കതക് തുറന്ന് പുറത്തേക്ക് പോയിരുന്നു അബി. ആരെയും നോക്കാതെ പുറത്തേക്ക് പോകുമ്പോൾ ചുറ്റും പൊള്ളുന്ന ഓർമ്മകൾ അവനെ കാർന്നു തിന്നുന്നത് പോലെ തോന്നിയിരുന്നു അവന്. കൃഷ്ണ പറഞ്ഞ വാക്കുകളിൽ തന്നെ കുടുങ്ങിക്കിടക്കുകയായിരുന്നു ചന്ദ്രു. കുട്ടിക്കാലം മുതൽ കാണുന്നതാണ് കൃഷ്ണയെ. അവളുടെ അച്ഛനും അച്ഛൻ്റെ അച്ഛനും ഒക്കെ വീട്ടിൽ കാര്യസ്ഥന്മാരായിരുന്നു. അതുകൊണ്ട് തന്നെ ഈശ്വരമഠത്തിനോട് ചേർന്നുള്ള ചെറിയ ഓടിട്ട വീട്ടിലാണ് അവർ താമസിക്കുന്നത്. കൃഷ്ണയുടെ അച്ഛൻ്റെ അച്ഛൻ ശേഖരൻ എൻ്റെ അച്ചാച്ചൻ്റെ വിശ്വസ്തനായതുകൊണ്ട് തന്നെ അദ്ദേഹത്തിനോടുള്ള സ്നേഹത്തിൻ്റെ പേരിൽ ആ വസ്തു അവർക്ക് അദ്ദേഹം ഇഷ്ടദാനം കൊടുത്തതാണ്. ശേഖരൻ്റെ ഒരേ ഒരു മകനാണ് കൃഷ്ണയുടെ അച്ഛൻ ബാലചന്ദ്രൻ. അച്ഛൻ മരിച്ചതിനു ശേഷം ബാലൻ മാമ ഈശ്വരമഠത്തിൽ ജോലിക്ക് വന്നു. അപ്പോൾ ഇല്ലമിടക്ക് അച്ഛൻ്റെ കയ്യിൽ തൂങ്ങി നടക്കുന്നവളെ കാണാം. പിന്നീട് അദ്ദേഹത്തിന് ആക്സിഡൻ്റായി കിടപ്പിലായതും ആ ജോലിയും അച്ഛൻ്റെ കൂടെയുള്ള അവളുടെ വരവും നിന്നു. പക്ഷേ എപ്പോഴോ അവൾ എൻ്റെ മനസ്സിൽ കയറി കൂടിയിരുന്നു. ഒരിക്കലും മറക്കാൻ കഴിയാത്ത പ്രണയമായി. ഓഫീസിൽ നിന്ന് വീട്ടിലേക്ക് എത്തിയോ? അഭി നേരെ ഷവറിൻ്റെ താഴേക്ക് ചെന്നു. തണുത്ത വെള്ളം അവൻ്റെ തലയിലൂടെ ഒഴുകി താഴേക്ക് വന്ന് പതിച്ചതും കണ്ണുകൾ രണ്ടും മുറുക്കെ അടച്ച തണുപ്പിനെ അവൻ ആവാഹിച്ചെടുത്തു. തണുത്തു മരവിച്ചു കിടക്കുന്ന തൻ്റെ അമ്മയുടെ ചിത്രവും അതിനടുത്ത് നിന്ന് കരയുന്ന 5 വയസ്സുകാരൻ്റെയും ചിത്രം അവൻ്റെ മനസ്സിലേക്ക് തെളിഞ്ഞു വന്നതും അവൻ്റെ ഉള്ളിലെ പക ആളിക്കത്തിക്കൊണ്ടിരുന്നു. അവൻ്റെ കണ്ണുകൾ ചുവന്നു കലങ്ങി, മുഖം വലിഞ്ഞു മുറുകി. തൻ്റെ അമ്മയുടെ ചിത്രം, പ്രണയിച്ചവൻ്റെ ചതി നേരിട്ടവൾ, അവൻ്റെ പ്രണയത്തിനു വേണ്ടി, അവൻ്റെ താലിക്ക് വേണ്ടി സ്വന്തം വീടും നാടും കുടുംബവും ഉപേക്ഷിക്കേണ്ടി വന്നവൾ. എന്നിട്ടും അവൾക്ക് നേരിടേണ്ടി വന്നത് വേദനയും അപമാനവും നിസ്സഹായ അവസ്ഥയും മാത്രമായിരുന്നു. അവസാനം ആരുമില്ലാതെ ഒരു അനാഥയെ പോലെ എരിഞ്ഞൊടുങ്ങേണ്ടി വന്നവൾ. അവൻ്റെ മനസ്സ് ചുട്ടുപൊള്ളിച്ചുകൊണ്ടിരുന്നു. മനസ്സ് നിറയെ അമ്മയാണ്. തൻ്റെ അമ്മയ്ക്ക് ലഭിക്കാതെ പോയ നീതിയാണ്. അവൻ്റെ ഉള്ളിൽ പകയുടെ കനലുകൾ ആളിക്കത്തി. നൈറ്റ് 7 മണിക്കാണ് പാർട്ടി ആരംഭിക്കുന്നത്. എല്ലാം നേരത്തെ തന്നെ ചന്ദ്രൻ റെഡിയാക്കിയിരുന്നു. എല്ലാത്തിൻ്റെയും നേതൃത്വം വഹിക്കുന്നത് അവൻ തന്നെയാണ്. എല്ലാത്തിനും മുൻപന്തിയിൽ ഗോവിന്ദുമുണ്ട്. ചന്ദ്രുവിൻ്റെ കൂടെ ഓരോന്ന് നോക്കി ചെയ്യാൻ ഗോവിന്ദിൻ്റെ മകൻ തേജസ്സുമുണ്ട്. മഹേശ്വരി അമ്മ അഹങ്കാരത്തോടെ തൻ്റെ ചെറുക്കൻ്റെ ഓരോ പ്രവൃത്തിയും നോക്കി കാണുകയാണ്. തുടക്കം മുതലേ എല്ലാ കാര്യത്തിനും കേമനാണ് ചന്ദ്രു. അത് മനസ്സിലാക്കിയത് കൊണ്ടാണ് കമ്പനിയുടെ ഉത്തരവാദിത്തം പൂർണ്ണമായും അവനെ ഏൽപ്പിച്ചത്. തൻ്റെ പ്രതീക്ഷ തെറ്റിക്കാതെ തന്നെ നല്ല രീതിയിൽ ചന്ദ്രു ബിസിനസ് മുന്നോട്ട് കൊണ്ടുപോകുന്നുണ്ട്. ഗോവിന്ദിന് കമ്പനി ഏൽപ്പിച്ചിരിക്കുന്ന സമയത്ത് കമ്പനി നഷ്ടത്തിൻ്റെ അങ്ങേയറ്റത്തായിരുന്നു. തീരെ മുൻപോട്ട് പോകാൻ നിവൃത്തിയില്ലാത്ത സാഹചര്യത്തിലാണ് ചന്ദ്രു ആ സ്ഥാനം ഏറ്റെടുക്കുന്നത്. അന്ന് കമ്പനിയിൽ കരകയറ്റി അവൻ ഇന്നോളം അവൻ്റെ ഉത്തരവാദിത്തം നല്ല രീതിയിൽ തന്നെയാണ് കൊണ്ടുപോകുന്നത്. അല്ലെങ്കിലും തൻ്റെ കാലശേഷം ഈ കാണുന്ന സ്വത്തുക്കളുടെയും അധികാരത്തിൻ്റെയും പദവിയുടെയും എല്ലാം യഥാർത്ഥ അവകാശി ചന്ദ്രു തന്നെയാണ്. അവന് വേണ്ടിയാണ് താൻ ഓരോന്ന് സ്വരുക്കൂട്ടി വയ്ക്കുന്നത് പോലും. അതിരിടയ്ക്കിടയിൽ ഓരോന്ന് അറിഞ്ഞു ചെയ്യുന്ന ചന്ദ്രുവിനെ അവർ അഭിമാനത്തോടെ നോക്കി. എന്നാൽ രാജേഷിയുടെ അടുത്തിരിക്കുന്ന ഗോവിന്ദ അസൂയയോടെയും അങ്ങേയറ്റം ദേഷ്യത്തോടെയുമാണ് ചന്ദ്രനെ നോക്കിക്കണ്ടത്. ചന്ദ്രുവിൻ്റെ സ്ഥാനത്തേക്ക് എങ്ങനെ തൻ്റെ മകൻ തേജസ്സിനെ എത്തിക്കുമെന്നുള്ള ചിന്തയിലായിരുന്നു ആ സമയങ്ങളിലെല്ലാം അയാളുടെ ഉള്ളിൽ.
വർഷങ്ങളോളം ഈശ്വരമഠം ഗ്രൂപ്പിൽ ഒരു പട്ടിയെ പോലെ പണിയെടുത്ത് അതിൻ്റെ തലപ്പത്തിരിക്കാൻ വേണ്ടി തന്നെയാണ്. ശേഖർ മരിച്ചതിനു ശേഷം ഈശ്വരിയമ്മ ഓഫീസിൽ വരും, കണക്ക് നോക്കുമെങ്കിലും എല്ലാത്തിൻ്റെയും മേൽനോട്ടം ഗോവിന്ദൻ തന്നെയായിരുന്നു. എന്നാൽ അവിടേക്കാണ് ഇടുതി പോലെ ചന്ദ്രുവിൻ്റെ വരവ്. ഒരിക്കലും പണമല്ല ഗോവിന്ദൻ്റെ ലക്ഷ്യം. പണമായിരുന്നെങ്കിൽ തനിക്കിഷ്ടം പോലെ രാജേശ്വരിയെയോ ചന്ദ്രുവിനെ തരും. അതല്ലെങ്കിൽ തന്നെ അവർ പോലും അറിയാതെ ഓഫീസിൽ നിന്ന് തൻ്റെ കയ്യിലെത്തിക്കാനുള്ള വിദ്യ അയാൾക്കറിയാം. പക്ഷേ അയാൾ ആഗ്രഹിക്കുന്നത് ആ പദവിയാണ്, ഈശ്വരമഠത്തിൻ്റെ തലവൻ എന്ന പദവി. ഇനി തനിക്കത് ലഭിച്ചില്ലെങ്കിൽ കൂടി ആ പദവി തൻ്റെ മകന് ലഭിക്കണമെന്നാണ് അയാളുടെ ആഗ്രഹം. അതിനുവേണ്ടി ഒരു അവസരം കാത്തിരിക്കുന്ന കുറുക്കനാണ് അയാൾ. അസൂയയോടെ അയാളുടെ കണ്ണുകൾ ചന്ദ്രുവിലേക്ക് പോയി. മഹേശ്വരിയുടെ മനസ്സിൽ ചന്ദ്രുവിനുള്ള ആ സ്ഥാനം എന്താണെന്ന് അയാൾക്ക് വ്യക്തമായിരുന്നു. അതുകൊണ്ട് തന്നെ എങ്ങനെയെങ്കിലും അവനെ അവരുടെ മനസ്സിൽ നിന്നും ഈശ്വരമഠത്തിൽ നിന്നും പുറത്താക്കണമെന്ന് അയാൾ ഒരു തവണയും മനസ്സിനെ പറഞ്ഞു പഠിപ്പിച്ചു. ഇന്ന് പതിവിന് വിപരീതമായി ഭാനുമതി അമ്മയും ഫംഗ്ഷന് വന്നിട്ടുണ്ട്. അവരുടെ ഭർത്താവ് മരിച്ചതിനു ശേഷം അധികം പുറത്തിറങ്ങാത്ത അമ്മയെ നിർബന്ധിച്ച് വിളിച്ചു കൊണ്ടുവന്നതാണ് ചന്ദ്രു. ഏകദേശം എല്ലാ അതിഥികളും എത്തിക്കഴിഞ്ഞു. പക്ഷേ ഒരാൾ ഒഴിച്ച്. അയാൾക്ക് വേണ്ടിയുള്ള കാത്തിരിപ്പിലാണ് ചന്ദ്രു. അഭി വരുമ്പോൾ അവനെ സ്വീകരിക്കാൻ വേണ്ടി പുറത്ത് തന്നെ കാത്തു നിൽക്കുവാണ് ചന്ദ്രു. എന്നാൽ ഇവൻ്റെ വരവ് കണ്ട ആരാണ് ആ സ്പെഷ്യൽ ഗസ്റ്റ് എന്ന് നോക്കി നിൽക്കുവാണ് മറ്റുള്ളവർ. ഒരു നിമിഷം കാറിൽ നിന്ന് പുറത്തേക്ക് വരുന്ന അഭിയെ കണ്ടപ്പോൾ ചന്ദ്രുവിൻ്റെ മുഖം പൂനിലാവ് പോലെ ഉദിച്ചു. എന്നാൽ അവന് പുറകെ നിന്ന മഹേശ്വരി അമ്മയുടെ ഉള്ളിൽ അടക്കാൻ കഴിയാത്ത ദേഷ്യവും പകയും ഉയർന്നു പൊന്തി. അയാളുടെ ഉള്ളിലേക്ക് ആളിക്കത്തുന്ന തീയിലേക്ക് കനൽ വരുന്ന പോലെ അഭിയെ നോക്കി ചിരിച്ചുകൊണ്ട് ചന്ദ്രു അവനെ സ്വീകരിച്ച് അകത്തേക്ക് കൊണ്ടുപോയി. അപ്പോഴും മഹേശ്വരിയുടെ മുഖത്തെ ഭാവങ്ങൾ നിരീക്ഷിച്ചിരിക്കുന്നവൻ്റെ മുഖത്ത് നിറഞ്ഞു നിന്നത് പകയായിരുന്നു. നടക്കാൻ പോകുന്ന കാര്യങ്ങളും അതിനുശേഷമുള്ള മഹേശ്വരിയുടെ അവസ്ഥയും ഓർത്ത് അവൻ്റെ കണ്ണുകൾ ഗൂഢമായി തിളങ്ങി. ചന്ദ്രു സ്വീകരിച്ച് അകത്തേക്ക് കൊണ്ടുപോകുന്ന അഭിയെ കാണും തോറും മഹേശ്വരിക്ക് തൻ്റെ ദേഷ്യം നിയന്ത്രിക്കാൻ കഴിയാതെയായി. വർഷങ്ങൾക്ക് മുൻപ് ഈ വീട്ടിൽ നിന്ന് അവനെ പുറത്താക്കാൻ താൻ ഒരുപാട് കഷ്ടപ്പെട്ടതാണ്. എന്നിട്ടും വർഷങ്ങൾക്ക് ശേഷം വീണ്ടും അവൻ ഇവിടേക്ക് വന്നു. ഓർക്കും തോറും അവർക്ക് ദേഷ്യം നിയന്ത്രിക്കാൻ കഴിയാതെ ആയിരുന്നു. പക്ഷേ ഇപ്പോൾ ഈ ദേഷ്യം നിയന്ത്രിച്ച് നിന്നില്ലെങ്കിൽ അത് തനിക്ക് തന്നെ അപകടമാണെന്ന് അവർക്കറിയാം. രണ്ട് കണ്ണുകളും മുറുക്കി അടച്ച് ശ്വാസം ആഞ്ഞെടുക്കുമ്പോൾ മനസ്സ് നിറയെ അഭിമന്യു ദുർഗാദേവി എന്ന പേരിനോടൊപ്പം ആ വ്യക്തിയോടുള്ള വെറുപ്പായിരുന്നു അവർക്ക്. സർ, വരൂ. അത്രയേറെ ആഗ്രഹിച്ച ആളിവിടെ ഇന്നെത്തിച്ചേർന്നതിൻ്റെ സന്തോഷം മുഴുവൻ ചന്ദ്രുവിൻ്റെ ഓരോ പ്രവൃത്തിയിലും എടുത്തു കാണാമായിരുന്നു. അത്യധികം ആവേശത്തോടുകൂടി സ്വീകരിച്ചു കൊണ്ടുപോകുമ്പോൾ അഭിയുടെ കണ്ണുകൾ സഞ്ചരിച്ചത് ആ വലിയ മാളികയുടെ ഓരോ സ്ഥലത്തുമായിരുന്നു. 10 വയസ്സ് മുതൽ 15 വയസ്സ് വരെയുള്ള തൻ്റെ ജീവിതത്തിലെ ഏറ്റവും വേദന അനുഭവിച്ച 5 വർഷം. ആ 5 വർഷത്തെ ഓരോ ദിവസത്തെയും ഓർമ്മിപ്പിക്കുന്ന മറക്കാൻ കഴിയാത്ത വേദനിപ്പിക്കുന്ന ചിത്രങ്ങൾ അവൻ്റെ മനസ്സിലേക്ക് കടന്നു വന്നു. ദേഷ്യം കൊണ്ട് വലിഞ്ഞു മുറുകുന്ന തൻ്റെ മുഖം ആരും കാണാതെ ഒരു പുഞ്ചിരിയിൽ ഒതുക്കാൻ അവൻ പരമാവധി ശ്രമിച്ചു. എന്നാൽ ഒരു നിമിഷം തൻ്റെ മുൻപിൽ നിൽക്കുന്ന വ്യക്തിയെ കണ്ടതും അതുവരെ മുഖത്തെടുത്തണിഞ്ഞ പുഞ്ചിരി മാറി മറുകയും അവിടെ വെറുപ്പ് നിറയുകയും ചെയ്തു. എന്നാൽ തൻ്റെ മുൻപിൽ കാണുന്ന കാഴ്ച വിശ്വസിക്കാൻ കഴിയാതെ അതേ ഞെട്ടലിൽ തന്നെ നിൽക്കുകയായിരുന്നു ഭാനുമതി. അവരുടെ കണ്ണുകൾ വികസിക്കുകയും അവ നീര് പൊഴിയുകയും ചെയ്തു. ഒരേ സമയം പശ്ചാത്താപവും വേദനയും സന്തോഷവും സങ്കടവുമെല്ലാം അവരെ വന്ന് പൊതിഞ്ഞു. സർ, ചന്ദ്രുവിൻ്റെ ആ വിളിയിൽ അതുവരെ വലിഞ്ഞു മുറുകി നിന്ന് ഒന്നയഞ്ഞു. ഇതാണ് എൻ്റെ അമ്മ ഭാനുമതി ശേഖർ. ഭാനുമതി ശേഖർ, ആ പേര് മാത്രം അവൻ്റെ മനസ്സിൽ അലയടിച്ചുകൊണ്ടിരുന്നു. കണ്ണുകൾ ചുവന്നു കുറുകി. ചന്ദ്രു, പുറകിൽ നിന്ന് ആരോ വിളിച്ചതും അമ്മയെ അവിടെ നിർത്തി അവൻ അവർക്കടുത്തേക്ക് പോയി. ഒരു നിമിഷം ചന്ദ്രുവിൻ്റെ പ്രവൃത്തിയിൽ പകച്ചുപോയ ഭാനുമതിയുടെ കണ്ണുകൾ ചെന്ന് നിന്നത് തന്നെ ദേഷ്യത്തോടെ നോക്കി നിൽക്കുന്ന അഭിയുടെ നേർക്കാണ്. ഒരു നിമിഷം അവൻ്റെ പകേരിയുന്ന കണ്ണുകളിലേക്ക് നോക്കാൻ കഴിയാതെ അവരുടെ മുഖം താഴ്ന്നു പോയി. എന്നാൽ അവരെ നോക്കി ഒന്ന് പുച്ഛിച്ച് ചിരിച്ചു അഭി. ഭാനുമതി ശേഖരന് അഭിമന്യു ദുർഗാദേവിയുടെ മുഖത്ത് നോക്കാനുള്ള ധൈര്യമില്ല അല്ലേ? അവരുടെ കണ്ണുകളിൽ നോക്കി ചോദിക്കുമ്പോൾ ഭാനുമതിയുടെ കണ്ണിൽ നിന്നൊരു തുള്ളി നിലത്തേക്ക് പതിച്ചു. മോനെ, ഞാൻ. നിറഞ്ഞ കണ്ണുകളോട് അവനെ നോക്കി വിളിക്കുമ്പോൾ അവരുടെ ശബ്ദം ചിലമ്പിച്ചിരുന്നു. മോനോ? ആരുടെ മോൻ? എന്നെ മോനെ എന്ന് വിളിക്കാൻ നിങ്ങളാണോ എന്നെ പ്രസവിച്ചത്?
അവരുടെ മുഖത്തേക്ക് നോക്കി ഗൗരവത്തിൽ വിളിക്കുമ്പോൾ അവൻ്റെ വാക്കുകൾ അവരുടെ ഹൃദയത്തിലേക്ക് കുത്തി കയറിയിരുന്നു. അവരുടെ കണ്ണിൽ നിന്ന് വീണ്ടും നീർത്തുള്ളി താഴേക്ക് പതിച്ചു. എനിക്ക് എന്നാൽ അതിനെ പുച്ഛിച്ച് തള്ളിയിരുന്നു അവൻ. മിണ്ടരുത്, അല്ലെങ്കിൽ തന്നെ നിങ്ങൾക്കിനി എന്താ പറയാനുള്ളത്? സംസാരിക്കാനുള്ള സമയത്തൊന്നും നിങ്ങൾ സംസാരിച്ചിട്ടില്ലല്ലോ. പിന്നെ ഇപ്പോൾ നിങ്ങൾക്കെന്താ എന്നോട് പറയാനുള്ളത്? എൻ്റെ 10ാം വയസ്സിൽ ഈ വീട്ടിലേക്ക് ഞാൻ വന്ന് കയറുമ്പോൾ മരിച്ചുപോയ എൻ്റെ അമ്മയുടെ സ്ഥാനത്തെ ഞാൻ നിങ്ങളെ കണ്ടിട്ടുള്ളൂ. എനിക്കൊരമ്മയും കൂടെ പിറപ്പുകളും ഈ വീട്ടിലുണ്ടാകുമെന്ന് പറഞ്ഞാണ് എൻ്റെ അമ്മ എന്നെ ഇങ്ങോട്ട് അയച്ചത്. പലപ്പോഴും നിങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് സ്നേഹത്തോടെ ഭക്ഷണം വാരിക്കൊടുക്കുന്ന നിങ്ങളെ ഞാൻ പ്രതീക്ഷയോടെ നോക്കി നിന്നിട്ടുണ്ട്, സ്നേഹത്തോടെയുള്ള ഒരു ചോറിന് വേണ്ടി. എന്നാൽ അപ്പോഴൊക്കെ എനിക്കെതിരെ മുഖം തിരിക്കുന്ന നിങ്ങളുടെ ചിത്രം ഇന്നും എൻ്റെ മനസ്സിൽ അങ്ങനെ കിടക്കുന്നുണ്ട്. അവരുടെ മുഖത്ത് നോക്കി അത് പറയുമ്പോൾ അവൻ്റെ വാക്കുകളിൽ ഒട്ടും വേദനയുണ്ടായിരുന്നില്ല എന്ന് മാത്രമല്ല, നിറഞ്ഞു നിന്നത് പുച്ഛം മാത്രമായിരുന്നു. എന്നാൽ അവൻ്റെ ഓരോ വാക്കുകളും ആ അമ്മയുടെ മനസ്സിലെ മുറിവിലേക്ക് മുളകരച്ച് പുരട്ടുന്നത് പോലെയായിരുന്നു. അവ നീറിപ്പുകഞ്ഞു. പലപ്പോഴും പ്രതീക്ഷയോടെ നിറഞ്ഞ കണ്ണുകളോടെ, അങ്ങേയറ്റം വേദനയോടെ, വിഷമത്തോടെ തന്നെ നോക്കി നിൽക്കുന്ന ചെറിയ പയ്യൻ. 5 വർഷം ഈ വീടിനുള്ളിൽ ഒരു മനുഷ്യ പരിഗണന പോലും കൊടുക്കാതെ അങ്ങേയറ്റം അപമാനവും വേദനയും അതിജീവിച്ചൊരു ഫിനിക്സ് പക്ഷിയെ പോലെ ഉയർന്നു വന്നവൻ അഭിമന്യു ദുർഗാദേവി. ആത്മാഭിമാനമുള്ള, അന്തസ്സുള്ള അമ്മയുടെ മകൻ. നിറഞ്ഞ കണ്ണുകളോടുകൂടി ഒരു നിമിഷം അവനെ തല ഉയർത്തി അവർ നോക്കിയെങ്കിലും ആ കണ്ണുകളിൽ നിറഞ്ഞു നിൽക്കുന്ന അഗ്നിക്ക് മുൻപിൽ അവർക്ക് പിടിച്ചു നിൽക്കാൻ കഴിയാത്തതുപോലെ അവർ വീണ്ടും തല താഴ്ത്തി. ഈശ്വരമഠത്തിൽ മഹേശ്വരിയുടെ മരുമകൾ, ആ പേര് പോലെ തന്നെ ആ സ്ഥാനത്ത് നിന്നും എന്തുകൊണ്ടും നിങ്ങൾ യോഗ്യയാണ്. എന്താണെന്നറിയുമോ? അവരുടെ മരുമകളാക്കാൻ വേണ്ട ആദ്യത്തെ യോഗ്യത മനസാക്ഷിയില്ലാത്തൊരു സ്ത്രീയാവുക എന്നതാണ്. നിങ്ങൾക്ക് മനസാക്ഷിയില്ലെന്ന് നിങ്ങൾ 20 വർഷം മുൻപ് തെളിയിച്ചതല്ലേ? അതുകൊണ്ടാണല്ലോ സ്വന്തം ഭർത്താവിൻ്റെ ആദ്യ ഭാര്യയിൽ ജനിച്ച കുഞ്ഞിനെ കൊല്ലാൻ നിങ്ങൾ കൂട്ടുനിന്നത്.